ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള T20 പരമ്പരയിലെ നാലാമത്തെയും അവസാനത്തെയും മത്സരം വെള്ളിയാഴ്ച ജോഹന്നാസ്ബർഗിൽ നടക്കാനിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിട്ട് നിൽക്കുകയാണ്. അവസാന കളിയിലും വിജയിക്കാനായാൽ പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യക്കാവും. എന്നാൽ നാലാം T20യിൽ വിജയം നേടി പരമ്പര നിലനിർത്തുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രകടനമായിരിക്കും ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. സെഞ്ചുറിയിൽ നടന്ന മൂന്നാം T20യിൽ 11 റൺസിന്റെ ജയമായിരുന്നു ടീം ഇന്ത്യ നേടിയത്. അന്ന് കളിച്ച ടീമിൽ ഒരു പ്രധാന മാറ്റം വരുത്തി ഇന്ത്യ അവസാന T20ക്ക് ഇറങ്ങാനാണ് സാധ്യത. സെഞ്ചുറിയനിൽ അർഷ്ദീപ് സിംഗ് മാത്രമായിരുന്നു സ്പെഷ്യലിസ്റ്റ് പേസറായി ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്നത്. ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യയാണ് രണ്ടാം പേസറായി ഇന്ത്യ ഉപയോഗിച്ചത്. എന്നാൽ ഈ നീക്കം പാളി. 4 ഓവറുകളിൽ 50 റൺസാണ് ഹർദിക് വിട്ടുകൊടുത്തത്. കൃത്യം 5 ബോളർമാരെ വെച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ കളിയിൽ 20 ഓവറുകൾ പൂർത്തിയാക്കിയത് എന്നതും ശ്രദ്ധേയം. മൂന്നാം T20യിൽ ഒരു പേസറെ കൂടി ഇന്ത്യ ബോളിംഗ് നിരയിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. മറിച്ച് മൂന്നാം T20യിലെ അതേ പദ്ധതികളുമായി ഇറങ്ങിയാൽ ഇന്ത്യക്ക് പണി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആവേശ് ഖാൻ, യശ് ദയാൽ, വിജയ്കുമാർ വൈശാഖ് എന്നിവരാണ് നിലവിൽ പുറത്തുള്ള ഫാസ്റ്റ് ബോളർമാർ. ഇതിൽ ആവേശ് ഖാൻ ആദ്യ 2 കളികളിൽ അവസരം ലഭിച്ചിരുന്നു. അത്ര മികച്ച ഫോമിലല്ലാത്ത താരത്തെ മൂന്നാം T20യിൽ ഇന്ത്യ ടീമിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. അവസാന T20യിലും അതുകൊണ്ട് ആവേശ് ഖാനെ ഇന്ത്യ പ്ലേയിങ് 11ലേക്ക് പരിഗണിച്ചേക്കില്ല. പകരം യശ് ദയാൽ, വിജയ്കുമാർ വൈശാഖ് എന്നിവരിൽ ഒരാൾക്ക് വിളി വന്നേക്കും. ഒരു അധിക പേസറെ ടീമിൽ ഉൾപ്പെടുത്തുമ്പോൾ ആരെ ടീമിൽ നിന്ന് ഒഴിവാക്കും എന്നതും ചോദ്യചിഹ്നമാണ്. നിലവിലെ ഫോമും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ റിങ്കു സിംഗിന് ടീമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കാനാണ് സാധ്യത. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ T20 പരമ്പരയിലെ ആദ്യ 3 കളികളിലും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന താരമാണ് റിങ്കു. 11, 9, 8 എന്നിങ്ങനെയായിരുന്നു ഈ കളികളിൽ റിങ്കുവിന്റെ സ്കോറുകൾ. നിലവിൽ മങ്ങിയ ഫോമിലുള്ള റിങ്കുവിനെ മാറ്റി യശ് ദയാലിനെയോ വിജയ്കുമാർ വൈശാഖിനെയോ പ്ലേയിങ് 11ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളാകും ടീം ഇന്ത്യ നോക്കുന്നത്. തുടർച്ചയായ 2 കളികളിൽ ഡെക്കായെങ്കിലും സഞ്ജു സാംസണെ ഇന്ത്യ ടീമിൽ നിലനിർത്തും. സഞ്ജുവും കഴിഞ്ഞ കളിയിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയും ചേർന്നാകും നാലാം T20യിലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. മൂന്നാം T20യിൽ സെഞ്ചുറി നേടിയ തിലക് വർമ്മ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ എന്നിവർ പിന്നാലെ ഇറങ്ങും. രമൺദീപ് സിംഗ്, അക്സർ പട്ടേൽ എന്നിവരാകും മധ്യനിരയിലെ മറ്റു താരങ്ങൾ. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയും ഇറങ്ങും. 10 വിക്കറ്റുകളോടെ ഈ പരമ്പരയിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് വരുൺ. അർഷ്ദീപ് സിംഗ് പേസ് നിരയെ നയിക്കുമ്പോൾ യശ് ദയാലോ വിജയ്കുമാർ വൈശാഖോ അദ്ദേഹത്തിന് കൂട്ടായി എത്തും.